നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. പലരും പറഞ്ഞു വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രോക്താവാണ്. അത്തരത്തിലുള്ള പരിഭാഷകൾ, വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയക്കാരുടെ പേരിൽ പലപ്പോഴും പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു വെറുപ്പിൻ്റെ മതം എന്നുള്ളത് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ? ദൗർഭാഗ്യകരമായൊരു കാര്യം. കാരണം ഭാരതത്തെ പോലൊരു ബഹുസ്വര സമൂഹത്തിൽ, ബഹുസ്വരം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭരണഘടനയിൽ ബലമായി കോൺഗ്രസ്സുകാർ കൂട്ടിച്ചേർത്ത സെക്യുലറിസമല്ല. ഭാരതം എന്നും ഒരു ബഹുസ്വര സമൂഹം തന്നെയായിരുന്നു. കാരണം നിരീശ്വരവാദികൾ മുതൽ ആത്മീയവാദികൾ വരെയുള്ള സകലരും കഴിഞ്ഞുകൂടിയിരുന്ന, സന്തോഷത്തോടു കൂടി വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും സുഗമമായി നടത്തി കഴിഞ്ഞു പോന്നിരുന്നൊരു സമൂഹമായിരുന്നു ആധുനിക ഭാരതത്തിന് മുമ്പുള്ള, അതായത് സ്വതന്ത്ര ഭാരതത്തിന് മുമ്പുള്ള, കോൺഗ്രസ് വികലമാക്കിയ ഭാരതത്തിന് മുൻപുള്ള അധിനിവേശ ശക്തികൾ, മുഗളന്മാരും ഇസ്ലാമിക അധിനിവേശകരും പിന്നീട് വിദേശികളും, ഈ ബ്രിട്ടീഷുകാരാവട്ടെ പോർച്ചുഗീസുകാരാവട്ടെ അതുപോലുള്ള വിദേശികളും വികലമാക്കിയ ഭാരതീയ സംസ്കാരത്തിന് മുൻപുള്ള പുരാതന ഭാരത സംസ്കാരം. അന്നത്തെ ഭാരതത്തിൽ ബഹുസ്വര സമൂഹം എന്നുള്ള ഒരു ആശയം നിലനിന്നിരുന്നു. ബഹുസ്വര സമൂഹമെന്ന് പറയാതെ തന്നെ, അവകാശപ്പെടാതെ തന്നെ. അത്തരത്തിലുള്ളൊരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ മതങ്ങളും സ്വീകാര്യമായിരുന്നു. പക്ഷേ സ്വീകാര്യമല്ലാത്ത ചിലതുണ്ടായിരുന്നു. രാക്ഷസീയ സ്വഭാവമുള്ള, പിശാചുക്കളുടെ സ്വഭാവമുള്ള വിശ്വാസങ്ങളുമായി ജീവിക്കുന്നവർ. ദൗർഭാഗ്യകരമായൊരു സംഗതി, ഇന്നത്തെ ആധുനിക കാലത്ത് ഇസ്ലാം മതത്തെ അതിൻ്റെ പണ്ഡിതർ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പൈശാചികമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ള, അല്ലെങ്കിൽ ആശയങ്ങളുള്ള, അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതമായിട്ടാണ്. അതിൻ്റെ ഉദാഹരണമായി പ്രേക്ഷകരെ ഞാനൊരു വീഡിയോ കാണിക്കാം. വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് തുടരാം. ഇവിടെ ആദ്യത്തെ വീഡിയോ നടണേ. ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും മൂല്യമുള്ളത് ഈമാനാണ്. ഈമാന് ഭയങ്കര വില ഉണ്ട്. ഒരു ഈമാൻ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ, ഒരു മനുഷ്യന് വിശേഷ ബുദ്ധിയും ബോധവും അള്ളാനെ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ കൊടുത്തിട്ട് അള്ളാനെ അംഗീകരിക്കാത്ത ഒരു കാഫിറിന് ഒരു പട്ടിന്റെ വിലയില്ല. ഉലായിക്കഹും ഷർറുൽ ബരിയ ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബിൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫിഹാ ഉലായിക്കഹും സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. അടിസ്ഥാനപരമായിട്ട് അവരുടെ വിശ്വാസത്തിൽ, ഇസ്ലാമിക വിശ്വാസത്തിൽ മനസ്സുറപ്പിക്കാത്ത, അല്ലെങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ബുദ്ധിയും കഴിവുമൊക്കെ ഉള്ള മനുഷ്യൻ പട്ടിക്ക് തുല്യനാണ്. പട്ടിയുടെ വില പോലും ഇല്ല എന്നാണ് ഈ പണ്ഡിതൻ പറയുന്നത്. അതിൻ്റെ ഒരടുത്ത ഘട്ടം, ഒരടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പടി എന്നുള്ളത് അത്തരത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനെ വധിക്കുക എന്നുള്ളതാണ്. കാണുന്നിടത്ത് വെച്ച് പതുങ്ങിയിരുന്ന് വധിക്കുക. അതെല്ലാം അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണവും ഇതിനൊപ്പം കൊടുക്കാം. ഒരു ചിത്രമായിട്ട്, ഒരു കോട്ടായിട്ട്, ആ അധ്യായം ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ഉദാഹരണവും ഇതിന് വീഡിയോയ്ക്കൊപ്പം കൊടുക്കാം. ഒന്ന് കാണാം അത്. അപ്പോൾ ഈ ഒരു മതപ്രചരണമുണ്ടല്ലോ, ഇതാണ് വെറുപ്പിൻ്റെ മതമെന്ന് പറയേണ്ട ഒരു മതം. ഈ മതം എങ്ങനെ വെറുപ്പിൻ്റെ മതമാകുന്നു എന്ന് ചോദിച്ചാൽ പലതവണ ഞാൻ തന്നെ പ്രേക്ഷകരുമായി എൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ആത്മീയതയിലൂന്നാതെ അധികാരത്തിലൂന്നി, അല്ലെങ്കിൽ അധികാരമോഹത്തിലൂന്നി വികസിച്ച ഒരു മതമാണിത്. ഒരു അധിനിവേശ മതമാണിത്. വാളുകൊണ്ട് വളർന്ന മതമാണിത്. പിൽക്കാലത്ത് ഇതിൻ്റെ തുടക്കം ആത്മീയപരമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. അതിന് വേണമെങ്കിൽ വാദത്തിന് നാം സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പലരും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോയിൽ കണ്ട പണ്ഡിതനെ പോലുള്ള, ഇസ്ലാമിക പണ്ഡിതനെ പോലുള്ള വ്യക്തികൾ അവരുടെ വിദ്യാർത്ഥികൾക്ക്, മതവിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം നമ്മുടെ മതം എന്നുള്ളത് ലോകത്ത് സത്യമായ ഒരേ ഒരു മതമാണ്, നമ്മുടെ ദൈവം മാത്രമാണ് സത്യം. അത്രയും വരെ കൊണ്ട് പഠനം നിന്നിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം. എനിക്ക് കാനായി കുട്ടിച്ചാത്തനാണ് ഒരേ ഒരു ദൈവം, മറ്റാരും ദൈവമല്ല എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ കിട്ടനാണ് ഏക പൂജാരി, അല്ലെങ്കിൽ അന്ത്യപൂജാരി, ദൈവത്തിൻ്റെ അന്ത്യപൂജാരി എന്നും എനിക്ക് വിശ്വസിക്കാം. പക്ഷേ കാനായി കുട്ടിച്ചാത്തനിലും കിട്ടനിലും വിശ്വസിക്കാത്തവരെയെല്ലാം കൈയും കാലും വെട്ടിയും തലവെട്ടിയും കൊല്ലണമെന്നുള്ള വിശ്വാസം എപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നു. അത്രയും പോലും വേണ്ട. കാനായി കുട്ടിച്ചാത്തനിൽ വിശ്വസിക്കാത്തവരെല്ലാം
പട്ടിക്ക് സമമാണ് എന്നുള്ള വിശ്വാസം എപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നു, അപ്പോൾ മുതൽ ഞാൻ പ്രശ്നക്കാരനാകുന്നു. കാനായി കുട്ടിച്ചാത്തൻ്റെ മതം പ്രശ്നമായി വരുന്നു. ഇതിനെ നേരെ ഒന്ന് ഇസ്ലാമിലേക്കൊന്ന് പകർത്തി വെച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംഭവത്തിൻ്റെ ഗൗരവവും അപകടകരമായിട്ടുള്ള ഒരു ചിന്താസരണിയും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ചിന്താസരണി 1400 വർഷങ്ങളായി മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ അറേബ്യയിൽ ചുറ്റുമുള്ള ഗോത്രവർഗ്ഗങ്ങളിലുള്ള കാഫിറുകളെ മാത്രം കൊല്ലുക എന്നുള്ളതായിരുന്നു. 700ഓളം പേരെ മദീനയിലൊരു കിടങ്ങിലിട്ട് വെട്ടിക്കുഴിച്ചു മൂടുക, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇതൊരു അധിനിവേശ മതമായി വളർന്ന് ലോകം മുഴുവൻ പടർന്നു പിടിച്ചു. ഇന്ന് ലോകത്തെല്ലായിടത്തും ഇവരുണ്ട്. ഈ ഇത്തരത്തിലുള്ള തീവ്ര മതചിന്തകളുമായി ഈ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ, നേരത്തെ വീഡിയോയിൽ കണ്ട പണ്ഡിതന്മാരുടെ വിദ്യാർത്ഥികളായി വരുന്നവർ സമൂഹത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി കാണിക്കാം. വീഡിയോ ഹിന്ദിയിലാണ്. ഒരു 80% കൂടുതൽ അസഭ്യവർഷമായതുകൊണ്ട് കൂടുതൽ തർജിമയൊന്നും അതിന് നൽകുന്നില്ല. അടിസ്ഥാനപരമായി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അസഭ്യം പറയുന്ന ഒരു ഉസ്താദിൻ്റെ ശിഷ്യനാണിത്. ഉസ്താദ് എന്ന് പറയുന്നത് നേരത്തെയുള്ള ഉസ്താദിനെ പോലുള്ള ഉസ്താദുമാരുടെ ഒരു ശിഷ്യനാണിത്. ആളെ കണ്ടാൽ മനുഷ്യനാണെന്ന് തോന്നില്ല, പക്ഷെ മനുഷ്യനാണെന്നാണ് വെപ്പ്. ഇപ്പോൾ UP പോലീസ് പിടിച്ച് അകത്തിട്ട് ആ പഠിച്ച പാഠങ്ങളെല്ലാം തലയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ച പാഠങ്ങളെല്ലാം തലയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സന്തോഷകരമായ കാര്യം. പക്ഷേ ഉസ്താദിൻ്റെ നേരത്തെ ഈ നമ്മുടെ ഓട്ടപ്രദർശനത്തിൻ്റെ തുടക്കത്തിൽ കണ്ട ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഇത്തരത്തിലാണ് സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നത്, പ്രതികരിക്കുന്നത്. അതിലൊരു വിഭാഗം. അല്ലാതെ തന്ത്രപരമായി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന അല്ലെങ്കിൽ മുഹമ്മദ് സനൂപിനെ ഓർമ്മയുണ്ടാകും. അയാളിലേക്ക് വരാം. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. आप घर आवा मोदी के घर आए थे मोदी घर उतरे ना फड़िएगा बोलिए मोदी जी माता को कुत्ता क्यों मार माता को मोदी जी मार कुत्ता क्यों योगी जी मार कुत्ता क्यों मादर चोते അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടല്ലോ മനുഷ്യനാണ് എന്ന് പറയപ്പെടുന്ന ഏതോ ഒരു വികൃത ജീവിയെ. ആ ജീവിയെപ്പോലുള്ള ചിന്താധാരകളുമായി ഉസ്താദ്, നേരത്തെ കണ്ട ഉസ്താദിനെ പട്ടിയുടെ വില പോലും കാഫിറുകൾക്ക് നൽകുന്നില്ല എന്ന് പറയുന്ന ഉസ്താദിൻ്റെ ശിഷ്യന്മാർ സമൂഹത്തിൽ ഇറങ്ങി നടമാടുന്നുണ്ട്. ഉസ്താദിൻ്റെ ശിഷ്യന്മാരിലെ വേറൊരു തരം തിരിവുണ്ട്, മുഹമ്മദ് സനൂപിനെ പോലുള്ളവർ. ആരാണ് മുഹമ്മദ് സനൂപ് എന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർ മറന്നുപോയിട്ടുണ്ടാവും. നമ്മുടെ എല്ലാം ഒരു പ്രശ്നമെന്നുള്ളത് ഹ്രസ്വമായ സ്മൃതിയാണ്. ഓർമ്മകൾ വളരെ ചുരുങ്ങിയ കാലയളവിലേക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. മുഹമ്മദ് സനൂപ് എന്നുള്ളത് പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മകളുടെ ദുഃഖം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോയുടെ താഴെ ഭാരതത്തെ ആക്രമിക്കുവാനുള്ള ഗസ്വായെ ഹിന്ദ് എന്ന പദ്ധതി തന്നെ എഴുതി വെച്ച് ഇപ്പോൾ UAPA ചുമത്തപ്പെട്ട് ജയിലഴിക്കുള്ളിൽ കഴിയുന്ന ഒരു ഭീകരവാദി, ജിഹാദി. ആ ജിഹാദിയെപ്പോലുള്ളവരും ഇതേപോലുള്ള ഉസ്താദുമാരുടെ ശിഷ്യന്മാരാണ്. അവരുടെ കീഴിൽ മതപഠനം കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നവരാണ്. ഇനി ഈ മതപഠനം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാക്കിയവരാരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതും ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അവരൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ അത് ആ മതം വിട്ട് പുറത്ത് വന്നിട്ടുള്ളവരാണ്. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മതത്തിനെതിരെ സംസാരിക്കുകയാണ് എന്നുള്ളത് ഞാൻ പറയും. ഒരു മതത്തിനെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് ഇത് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷേ പറയിപ്പിക്കുന്നത് ഇതുപോലുള്ളൊരു ഉസ്താദാണ്. ശരി, ഈ പറഞ്ഞതൊന്നുമല്ല നിങ്ങളുടെ മതമെങ്കിൽ അത് എന്നെ പഠിപ്പിക്കുവാൻ തുനിയുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ മതത്തിൻ്റെ വ്യാഖ്യാനം നടത്തുന്ന, വളച്ചൊടിച്ച വ്യാഖ്യാനം പരസ്യമാക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ പറഞ്ഞു തിരുത്തണം. അവർ ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾ സമൂഹത്തിൽ പടർത്തുന്നത് നിർത്തിയാൽ തന്നെ എന്നെപ്പോലുള്ളവർ അതിനെ വിമർശിക്കുന്നതും നിർത്തും. അല്ലാതെ നിങ്ങൾ എന്നെ മതം പഠിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അത്യാവശ്യം കുറേയൊക്കെ ഞാനും ആ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. വായിച്ചിടങ്ങളിലൊക്കെ ഞാൻ കണ്ടത് ഈ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്ന ആയത്തുകളും സൂറകളുമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ടുള്ള ഹദീസുകളും തഫ്സീറുകളുമാണ്. തന്നെയുമല്ല, അതിന് കൂടുതൽ സാധുത നൽകുന്ന രീതിയിൽ മുസ്ലിംസ് ആയിട്ടുള്ളവർ കൂടുതൽ കാര്യങ്ങൾ അവർ മദ്രസകളിൽ പഠിച്ച് നേരിട്ട് തന്നെ പഠിച്ച് അനുഭവിച്ച അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ അവരിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുമുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഉസ്താദിനെ പോലുള്ളവർ, ഈ ഉസ്താദ് ഒരു ഒറ്റപ്പെട്ട ഉസ്താദല്ല. ഇത്തരത്തിലുള്ള ഉസ്താദുകൾ നിരവധിയുണ്ട്. ഒരു കുരുട്ടടയ്ക്ക പോലുള്ള ഒരുത്തനെ കുറേ കാലം മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടിരുന്നു. ഏതാണ്ട് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് കൊള്ളും.
ജോലിക്ക് പോകുന്ന സ്ത്രീകളെല്ലാം വേശ്യകളാണത്രേ. അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ചെരുപ്പിൻ്റെ ഹീലിനടിയിൽ പെട്ടാൽ 4 പൊടിഞ്ഞു പോകും, അത്രയ്ക്കേ ഉള്ളൂ. ഒരു പൊടിക്കുപ്പിയുടെ അത്രയും എന്നൊക്കെ പറയില്ലേ ഗ്രാമ്യമായിട്ട്. അത്തരത്തിലുള്ള ഒരുത്തൻ്റെ മനസ്സിലെ ചിന്ത ഏതാണ്? അത് അവൻ എവിടുന്ന് കിട്ടി? അടിസ്ഥാനപരമായിട്ട് സ്ത്രീകളെ കൃഷിയിടങ്ങളായി മാത്രം കാണണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അവൻ്റെ മതപഠനത്തിൽ നിന്ന് തന്നെയാണ് അത് കിട്ടിയത്. അതും പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ കുരുട്ടടയ്ക്കയും ഒരു ഉസ്താദാണ്. അവൻ്റെ ഉസ്താദുമാരാണ് അവൻ്റെ തലയിലേക്ക് ഈ ചിന്തകൾ നിറച്ച് വെച്ചു കൊടുത്തത്. ആ ചിന്തകൾ മതത്തിൽ നിന്ന് വരുന്നതാണ്. ഉസ്താദ് സ്വന്തമായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതല്ല. പലതരത്തിലുള്ള ചിന്തകൾ ഈ മതത്തിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഉസ്താദുമാർ. ആ ഉസ്താദുമാരോട് നിങ്ങളുടെ സമൂഹം, ഇസ്ലാമിക സമൂഹം ചെയ്യേണ്ടത്, കാരണം ആരിഫ് ഹുസൈനൊക്കെ പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ ഏറ്റവും അധികം 100% യോജിക്കുന്നത്, ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഇരകൾ മുസ്ലിങ്ങളാണ്. അങ്ങനെ ഇരകളാണ് മുസ്ലിങ്ങളെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം ഉസ്താദുമാർക്ക് തടയിടുക, അവരുടെ വായടയ്ക്കുക. കാരണം മ്ലേച്ഛമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. തങ്ങൾ മ്ലേച്ഛരായിട്ടുള്ള ഗോത്രവർഗ സ്വഭാവമുള്ള 1400 വർഷങ്ങൾക്ക് മുൻപുള്ള കാട്ടറബികളെപ്പോലെ പെരുമാറുന്ന ഒരു സമൂഹമാണ് എന്ന് ദിനം ദിനം ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ ആളുകളെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആത്യന്തികമായ ദോഷം വന്നു ഭവിക്കുവാൻ പോകുന്നത് ഇസ്ലാമിക സമൂഹത്തിന് തന്നെയാണ്. ഏതൊരു ബഹുസ്വര സമൂഹത്തിൽ നിങ്ങൾ ഇടപെടുവാൻ തുടങ്ങിയാലും ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ കാരണം ഒരു സമൂഹത്തിൻ്റെ നല്ലൊരു വിഭാഗം നിങ്ങളെ സംശയത്തോടും ഭയത്തോടും കൂടി മാത്രമേ കാണുകയുള്ളൂ. ഏതെങ്കിലും പണ്ഡിതൻ നമ്മുടെ മതത്തിനെ ഭയത്തോടു കൂടി മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ്, അതുതന്നെയാണ് ആ ദൈവത്തിൻ്റെ ലക്ഷ്യവുമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ ഞാൻ ഭയം വിതറും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാശത്തിനാണ്, സമൂഹത്തിൻ്റെ നാശത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പല രാജ്യങ്ങളിലും അത്തരം അനുഭവങ്ങൾ നാം കണ്ടിട്ടുള്ളതാണ്. ചരിത്രം നമ്മുടെ മുമ്പിൽ അതിന് പാഠമായിട്ടുണ്ട്. തുർക്കിയിലെ ഒട്ടോമാൻ സാമ്രാജ്യം തകർന്നു. അതിൻ്റെ ഫലം ഇവിടെ നമ്മുടെ മലബാറിലാണ് അനുഭവിക്കേണ്ടി വന്നത്. തുർക്കിയിലെ ഏതോ കളവനെ കുറേ എണ്ണം തല്ലിക്കൊന്നതിനോ അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയതിനോ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് മലബാറിലെ സാധുക്കളായ 10,000-കണക്കിന് ഹിന്ദുക്കളാണ്. ഈ ഗർഭിണി ഭ്രൂണം ശൂലം എന്ന് ഗുജറാത്തിൽ ആരോപിക്കപ്പെടുന്ന കഥ സത്യത്തിൽ നടന്നത് 1921 ഏറനാടിൽ ജിഹാദി കലാപത്തിലാണ്, ഹിന്ദു വേട്ടയിലാണ് നടന്നിട്ടുള്ളത്. എഴുതി വെച്ചതോ പറഞ്ഞതോ ഞാനോ അല്ലെങ്കിൽ എൻ്റെ പൂർവികരോ നിങ്ങൾ സംഘികളെന്ന് വിളിക്കുന്നവരോ അല്ല, ആനി ബസൻറ്റും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുമാണ്. അത്തരത്തിലുള്ളൊരു സമൂഹത്തെ ഭ്രാന്ത് പിടിച്ച ഹാലിളക്കമെന്നുള്ള പേരിൽ തങ്ങളുടെ ഈ മതവെറി പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവകാശത്തെ വെള്ളപൂശുന്ന അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്ന, അതിന് ഇത്തരത്തിലുള്ളൊരു പേര് പറഞ്ഞ് അതിനെ ഒരു സാധാരണവൽക്കരിക്കുന്ന സാമാന്യവൽക്കരിക്കുന്ന രീതി കൊണ്ടുവന്നത് ഈ ഉസ്താദുക്കളാണ്. ഇന്നും ഇന്നലെയുമല്ല, ആ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി അവർ തങ്ങളുടെ സ്വാഭാവികമായ മതത്തിൻ്റെ വികാസത്തിനുള്ള ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് അവർക്ക് മനസ്സിലാക്കിയത് വീണ്ടും ഞാൻ പറയുന്നു, ഉസ്താദ് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതല്ല, മതഗ്രന്ഥങ്ങളിൽ നിന്നാണ് ആ പാഠം അവർക്ക് ലഭിച്ചത്. പ്രേക്ഷകരോട് ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോകളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞത്, ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന പ്രേക്ഷകരുടെ സുഹൃത്തുക്കളായോ അടുപ്പക്കാരായോ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അവരോട് ചിന്തിക്കുവാൻ ഉള്ള പ്രേരണ ഈ വീഡിയോ നൽകുമെങ്കിൽ, അവർക്ക് ചിന്തിക്കുവാനുള്ള പ്രേരണ ഈ വീഡിയോ നൽകുമെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ അവരോട് നിങ്ങൾ പറയുക, ചിന്തിക്കുക, ഇത്തരത്തിലുള്ള ഉസ്താദുമാരാണോ അതോ ഉസ്താദുമാർ പറയുന്നതിനെ വിശകലനം ചെയ്യുന്ന ഞാനാണോ ഇക്കാര്യത്തിൽ തെറ്റുകാരൻ, ഇത് കേൾക്കുന്ന നിങ്ങളാണോ തെറ്റുകാരൻ. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുക. നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ നിങ്ങളുടെ മുസ്ലിം സുഹൃത്തിനോട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, ഉസ്താദ് പറഞ്ഞത് സത്യമാണോ? അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ പ്രവാചകനിലും ഒന്നും മുസ്ലിം വിശ്വസിക്കുന്നത് പോലെ, മുസ്ലിമായ നിങ്ങളുടെ സുഹൃത്തോ അടുപ്പക്കാരനോ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് പട്ടിയുടെ അത്ര പോലും വിലയില്ലേ അവൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ എന്നുള്ളൊരു ചോദ്യവും നിങ്ങൾ ചോദിക്കുക. ഈ ചോദ്യങ്ങൾ ആ സമൂഹത്തിന് നേരെ ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഉസ്താദുമാർക്കും അതിനുശേഷം കണ്ട ആ മനുഷ്യനാണ് എന്ന് പറയപ്പെടുന്ന ജീവിയെപ്പോലുള്ളവർക്കുമുള്ള പരിഹാരം. അല്ലാതെ ആക്രമണമോ അല്ലെങ്കിൽ ഇവരെ ഇല്ലാതാക്കലോ ഒന്നും ഇതിനൊരു പരിഹാരമല്ല. ആശയത്തെ ആശയം കൊണ്ട് നേരിടുക, അവരായുധം കൊണ്ട് നേരിടണമെന്നുള്ള പക്ഷക്കാരാണ്. പക്ഷേ അതിന് നിയമമുണ്ട് കൈകാര്യം ചെയ്യുവാനായിട്ട്. തന്നെയുമല്ല, ആയുധമെടുത്തവരുടെ ഈ പോരാട്ടങ്ങളും മതവികസനങ്ങളും മതത്തിൻ്റെ അധിനിവേശ സ്വഭാവവുമെല്ലാം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അവരുടെ തന്നെ നാശത്തിലേക്ക്
അത് നയിക്കുമെന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അതിപ്പോൾ മ്യാൻമറിലായാലും ശ്രീലങ്കയിലായാലും മറ്റെവിടെയായാലും മറ്റ് പല രാജ്യങ്ങളിലും, അല്ലെങ്കിൽ തമ്മിൽ തല്ലി തീർന്നോളും. അതിനെ ആ വഴിക്ക് വിടുക. പക്ഷേ അതേസമയം തന്നെ ഇവരുടെ ഈ ആയുധമെടുത്തുള്ള ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാനുള്ള വഴി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാനുള്ള വഴി, നിങ്ങളുടെ സ്വത്തുക്കളെ സംരക്ഷിക്കുവാനുള്ള വഴികൾ നിങ്ങൾ തേടി കണ്ടുപിടിച്ച് തയ്യാറായിരിക്കുക. 1921 സംഭവിച്ചതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനി സംഭവിക്കാതിരിക്കുവാൻ. കാരണം അത്തരത്തിലുള്ളൊരു കലാപത്തിന് വേണ്ടി തെരുവിലിറങ്ങാൻ ഈ ഒരു സമൂഹത്തിന് അധികം നേരമൊന്നും വേണ്ട. സംഘടിതമായൊരു സമൂഹമാണത്. കൃത്യമായിട്ട് തന്നെ ഏതെങ്കിലും ഇതുപോലുള്ള മതഭ്രാന്ത് ഒരുപാട് മൂർച്ഛിച്ച് അങ്ങ് തലച്ചോറ് പൊട്ടിച്ച് തലയോട്ടിയും പൊട്ടിച്ച് പുറത്തു വന്നിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു ദിവസം ആഹ്വാനം ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രദേശത്തെങ്കിലും തെരുവിൽ വാളും മറ്റായുധങ്ങൾ, മാരകായുധങ്ങളുമായി ഇവർ കലാപത്തിന് ഇറങ്ങിയേക്കാം. അതും ജാഗ്രത പാലിക്കുക, അക്കാര്യത്തിലും ജാഗ്രത പാലിക്കുക. പക്ഷേ ഇക്കാര്യത്തിലെ സംവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അതിന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായും നിങ്ങളുടെ പ്രിയപ്പെട്ടവരല്ലാത്ത നിങ്ങൾക്ക് പരിചിതരായ ഈ സമൂഹത്തിൽപ്പെട്ട, ഈ ഉസ്താദിൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകളുമായും പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.